ഡോക്ടർ ഹാരിസ് ഹസന് മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം. ഹാരിസിന്റെ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്ന് മുഖ്യമന്ത്രി. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, ഏത് വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം? ഡോക്ടർ ഹാരിസ് ഹസന്റെ ഈ ഒറ്റയാൾ പോരാട്ടമാണ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളുടെ ദൗർലഭ്യ സാഹചര്യം അത് പരിഹരിക്കാൻ ഇടവരുത്തുന്നതിലും ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് ഈ ഉപകരണങ്ങൾ എത്തിക്കുന്നതിലൊക്കെ വഴിവെച്ചത്. എന്നിട്ടും ആ ഡോക്ടർക്ക് വിമർശനമാണ്. ഗോകുൽ, കണ്ണൂരിലെ മേഖലാ അവലോകന യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ഉണ്ടായത്. ഹാരിസ് ഹസന്റെ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയായ കേരളത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്നതാണ് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം. അതോടൊപ്പം തന്നെ അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിട്ടുണ്ടാകും. അത് കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധം പുറത്തുവിടരുത്. അതായത് ഹാരിസ് ഹസന്റെ പ്രതികരണം, അതായത് മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ ഉൾപ്പെടെ ദൗർബല്യം ചൂണ്ടിക്കാണിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, അത് അത്തരം അതിർത്തികളോ ആ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ അതിങ്ങനെ തുറന്നു പറയരുത് എന്നതാണ് മുഖ്യമന്ത്രി അതിലൂടെ ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നല്ല പ്രവർത്തനങ്ങളെ തെറ്റായി ചിത്രീകരിക്കാൻ ഇടയാക്കും എന്നതാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറയുന്നത്. ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി അത് കാരണമായി എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. ചിലപ്പോൾ ചില ശസ്ത്രക്രിയക്ക് വേണ്ട ചില ഉപകരണങ്ങൾ ചിലപ്പോൾ ഇല്ലാത്ത സ്ഥിതി നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകാം. പക്ഷേ എപ്പോഴും ആ നിലയല്ല. സങ്കീർണമായ പല ശസ്ത്രക്രിയകളും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നടക്കുന്നുണ്ട്. അതിന് സർക്കാരും ആരോഗ്യ വകുപ്പും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുന്നുണ്ട്, അതിന് ഒരുക്കി നൽകുന്നുണ്ട്. അതും നാം കാണാതെ പോകരുത് എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരൊറ്റയാൾ പോരാട്ടം, അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ ആ തുറന്നു പറച്ചിൽ മെഡിക്കൽ കോളേജിലും മറ്റ് മെഡിക്കൽ കോളേജുകളിൽ പോലും അതിന്റെ പരിശോധനക്കും അതിന്റെ ഒരു തിരുത്തൽ നടപടിയായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം ഹാരിസ് ഹസനെതിരെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മന്ത്രിമാരും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഉള്ള അവലോകന യോഗത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം ഉണ്ടായത്, ഈ പരാമർശം ഉണ്ടായത് എന്നുകൂടി നാം കാണേണ്ടതുണ്ട്. വിമർശനം തന്നെ, അതായത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ രൂക്ഷമായി തന്നെയാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. കേരളത്തെ തെറ്റായി ചിത്രീകരിക്കാൻ, കേരളം നേടിയെടുത്ത ആരോഗ്യ മേഖലയിൽ നേടിയെടുത്ത നേട്ടങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ആ പ്രതികരണം കാരണമായി എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ വിധമല്ല, അത് പൊതുസമൂഹത്തിനും മുന്നിലല്ല തുറന്ന് പറയേണ്ടത് എന്നതുകൂടി മുഖ്യമന്ത്രി ഈ പരാമർശത്തിലൂടെ ഉദ്ദേശിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗോകുൽ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഹാരിസ് ഹസന്റെ പ്രതികരണമായ ഇടപെടൽ വലിയ മാറ്റങ്ങൾക്ക് വഴി വെക്കുന്നു നമ്മുടെ ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ. ആ പശ്ചാത്തലത്തിൽ, ആ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു കാര്യം കൂടി. മുമ്പ് ഈ ഡോക്ടർ ഹാരിസ് ഹസൻ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഈ സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇത് പറയേണ്ടി വന്നത്, അതും ഒരു വകുപ്പ് മേധാവിക്ക്, മെഡിക്കൽ കോളേജിലെ മുതിർന്ന ഒരു ഡോക്ടർക്ക്, പ്രഗത്ഭനായ ഡോക്ടർ എന്ന ആരോഗ്യമന്ത്രിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അത് പറയുന്നുണ്ട്. പക്ഷേ ഈ ഡോക്ടർക്ക് അല്ലെങ്കിൽ വകുപ്പ് മേധാവിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു എന്ന സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ആ വിമർശനം അത് രാഷ്ട്രീയമായി ആളുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിന് വഴിവെച്ചു, ആ പരാമർശം പാടില്ലായിരുന്നു എന്ന തരത്തിലേക്ക് പോകുന്നത് എന്ത് തരം വിമർശനമാണ്? ഗോകുൽ, നമുക്കറിയാം ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ അദ്ദേഹത്തിന്റെ വകുപ്പ് തലങ്ങളിൽ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ പ്രശ്നങ്ങൾ, ഈ പ്രതിസന്ധിയൊക്കെ പലതവണയായി ചൂണ്ടിക്കാണിച്ചതാണ് എന്ന് അദ്ദേഹം ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും നടപടി ഇല്ലാതെ വന്നതോടെയാണ്, ഇതൊരു രൂക്ഷമായ പ്രശ്നമായി തുടരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞത്. അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം അങ്ങനെ തുറന്നു പറഞ്ഞതാണ് എന്ന് ആവർത്തിച്ച് ഹാരിസ് ഹസൻ പറയുകയും ചെയ്തിരുന്നു. അതിൽ പൊതുസമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യത പ്രതികരണത്തിലുണ്ടായി. എന്തെങ്കിലും നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ അത് കാരണമായി എന്ന തരത്തിൽ വളരെ പോസിറ്റീവായി പൊതുസമൂഹത്തിന് ഇടയിൽ ആ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ അത് സ്വീകരിക്കപ്പെട്ടു എന്നതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പല മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ
ആശുപത്രികളിൽ ഉൾപ്പെടെയുള്ള അതിന്റെ ദൗർബല്യങ്ങൾ, അതായത് പ്രശ്നങ്ങൾ അത് പരിശോധിക്കപ്പെടുകയും അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി പൂർണ്ണമായും ഇതൊരു രാഷ്ട്രീയമായി സർക്കാരിനും അതോടൊപ്പം തന്നെ പാർട്ടിക്ക് CPM ഉൾപ്പെടെ എതിരെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ നിലവിൽ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിന് ശേഷം സർക്കാർ പോയിട്ടുള്ള പ്രതിരോധം അതിനെതിരെയാണ് അദ്ദേഹത്തിന് വിമർശനം ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയമായിട്ടുള്ള ആ പ്രതിസന്ധിക്ക് ഒരു മറുപടി എന്നോണം ഹാരിസ് ഹസനെ വിമർശിച്ചു പോകുന്നു എന്ന തരത്തിലായിരുന്നു ഈ പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അത് ആ രീതിയിൽ എങ്ങനെ പൊതുസമൂഹം കാണും എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു ഡോക്ടർ, ഒരു വകുപ്പ്, അവിടുത്തെ മെഡിക്കൽ കോളേജിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നു. അതിൽ വലിയ പരിശോധനയും നമ്മുടെ ആരോഗ്യ മേഖല പൂർണ്ണമായും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ല ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞത്. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ ഒരു തുറന്നു പറച്ചിൽ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തി. ഞാൻ സൂചിപ്പിച്ച പോലെ പലതവണ പറയേണ്ട ഇടങ്ങളിലെല്ലാം പറഞ്ഞിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് അത്തരം ഒരു പൊതുസമൂഹത്തിന് മുന്നിലൂടെ മാധ്യമങ്ങളിലൂടെ ഇത് പറയേണ്ടി വന്നത് എന്ന് ആവർത്തിച്ച് ഹാരിസ് ഹസൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പോസിറ്റീവ് വശം അതിലുള്ളപ്പോൾ തന്നെ മുഖ്യമന്ത്രി അതിനെ ആ രീതിയിലല്ല വിശകലനം ചെയ്ത്, അല്ലെങ്കിൽ ആ രീതിയിലല്ല മുഖ്യമന്ത്രി അത് കാണുന്നത് എന്നതാണ് ഇപ്പോൾ ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നത്. കടുത്ത വിമർശനം തന്നെയാണ്. അതൊരു പരോക്ഷ വിമർശനം എന്നതിനപ്പുറത്തേക്ക് പരസ്യ വിമർശനം എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആകെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ രീതിയിലല്ല പറയേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ പലതവണ പറയേണ്ട ഇടത്തിലെല്ലാം പറഞ്ഞിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് തുറന്നു പറയേണ്ടി വരുന്ന എന്ന് ഹാരിസ് ഹസന്റെ പ്രതികരണം അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇത് ഇങ്ങനെയല്ല പറയേണ്ടത്, അത് ഏതെങ്കിലും തരത്തിൽ ഈ രീതിയിൽ പറഞ്ഞത് തെറ്റായി ചിത്രീകരിക്കുകയും മോശമായി കേരളത്തെ ചിത്രീകരിക്കുന്നതിനും കാരണമായ ആ രീതിയിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒരായുധം നൽകുന്ന രീതിയിൽ ഹാരിസ് ഹസന്റെ പ്രതികരണം ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് പരസ്യമായി തന്നെ അത്തരം തുറന്നു പറച്ചിലിനെ, ഹാരിസ് ഹസന്റെ അല്ലെങ്കിൽ ആ പ്രതികരണത്തെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളുന്നു, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്.